സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ അന്യായ സ്ഥലം മാറ്റത്തിനെതിരെ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരിക്കുന്നു LDF. വർക്കല MLA ആയ വി ജോയ് ആണ് നോട്ടീസ് നൽകിയത്. അന്യായവും ചട്ടവിരുദ്ധവുമായ സ്ഥലമാറ്റം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാണ് ആവശ്യം. അർജുൻ വിവരങ്ങളുമായി നമുക്കിപ്പം തത്സമയം ചേരുന്നുണ്ട്. അർജുൻ, ഗുഡ് മോർണിംഗ്. ഇപ്പം സഭ തുടങ്ങാറായിട്ടുണ്ട്. ഇന്നലത്തെ അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷ ഭാഗത്തു നിന്ന് വലിയ വാക്പോരൊക്കെ ഉണ്ടായി. അടിയന്തര പ്രമേയത്തിന് അനുമതിയൊന്നും ലഭിച്ചിരുന്നില്ല. ഇന്നിപ്പം വീണ്ടും ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നു പ്രതിപക്ഷം. അതും പ്രാധാന്യമുള്ളൊരു വിഷയം തന്നെ കൊണ്ടുവരുന്നു. അപ്പോൾ എന്തൊക്കെ പ്രതീക്ഷിക്കണം? സേതു, രണ്ടാമത്തെ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടി നോട്ടീസ് നൽകുകയാണ് ഇന്ന് പ്രതിപക്ഷം. അന്യായമായിട്ടുള്ള സ്ഥലമാറ്റം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വി ജോയ് MLA നോട്ടീസ് നൽകുക. പുതിയ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം വ്യാപകമായി സ്ഥലമാറ്റം ഉണ്ട്. ഭരണാനുകൂല സംഘടനകളുടെ ആഗ്രഹപ്രകാരം വ്യാപകമായി സ്ഥലമാറ്റം നടത്തുകയാണ്. ഇത് അന്യായമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വർക്കല MLA നോട്ടീസ് നൽകിയിട്ടുള്ളത്. എല്ലാ മേഖലകളിലും ഇതിന് സമാനമായിട്ടുള്ള സ്ഥലമാറ്റങ്ങൾ വ്യാപകമായി നടക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം ഇന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകാൻ പോകുന്നത്. സ്വാഭാവികമായും മുഖ്യമന്ത്രിയാണ് ഇതിന് മറുപടി നൽകേണ്ടത്. പക്ഷേ മുഖ്യമന്ത്രി ഇന്ന് സ്ഥലത്തില്ല. കർണാടകയിലെ സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അവിടെയാണ് ഉള്ളത്. അതിന് പകരം റവന്യൂ മന്ത്രിയായിട്ടുള്ള AP അനിൽകുമാർ ആയിരിക്കും ഇതിന് മറുപടി നൽകുക. ഈ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തിന് മറുപടി നൽകുക അനിൽകുമാർ ആയിരിക്കും. കഴിഞ്ഞ സർക്കാരുകളുടെ കാലത്തെ ഇതിന് സമാനമായിട്ടുള്ള സ്ഥലമാറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും പ്രധാനമായും UDFന്റെ പ്രതിരോധം എന്ന് സ്വാഭാവികമായും തന്നെ മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ അടിയന്തര പ്രമേയ നോട്ടീസിന് അവതരണാനുമതി നൽകാനുള്ള സാധ്യത ഇന്നലത്തേതിന് സമാനമാണ്. സാധ്യത കുറവാണ് എന്ന് കരുതുകയും ചെയ്യാം. ഏതായാലും ഇന്ന് ശൂന്യവേളയിൽ തന്നെ അടിയന്തര പ്രമേയ നോട്ടീസാണ് പരിഗണനയ്ക്ക് എടുക്കുക. ചോദ്യോത്തരവേള ഇന്നും ഒഴിവാക്കിയിട്ടുണ്ട്. കൃത്യം 9 മണിക്ക് തന്നെ അടിയന്തര പ്രമേയ വിഷയം സഭയുടെ മുന്നിൽ വരും. ഓക്കെ, ശരി അർജുൻ, ശരി.